മാസം പകുതിയാകുമ്പോഴേക്കും സാലറി തീർന്നു പോകുന്നുണ്ടോ? എവിടെയാണ് പണം പോകുന്നത് എന്ന് കൃത്യമായ ധാരണയില്ലാത്തത് പലരുടെയും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൃത്യമായി പ്ലാൻ ചെയ്തില്ലെങ്കിൽ എത്ര കൂടുതൽ വരുമാനമുണ്ടായാലും നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ തന്നെയായിരിക്കും. ഇന്നത്തെ ടീ ടോക്സ് വീഡിയോയിൽ ഒരു സാധാരണ കുടുംബത്തിന് എങ്ങനെ ലളിതമായി ബഡ്ജറ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം. 50-30-20 റൂൾ. ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബഡ്ജറ്റിങ്ങിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് 50-30-20 റൂൾ. ഇത് വളരെ ലളിതമാണ്. അതായത് 50% ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ വരുമാനത്തിൻ്റെ പകുതി, ഇപ്പോൾ വീട്ടുവാടക, കറണ്ട് ബില്ല്, മക്കളുടെ സ്കൂൾ ഫീസ്, പലചരക്ക് സാധനങ്ങൾ എന്നിവയ്ക്കായിട്ട് മാറ്റിവെക്കുക. ഇനി അടുത്തത് 30%. അത് 30% ഇഷ്ടങ്ങൾക്കായി. ഇപ്പോൾ നമ്മൾ സിനിമ കാണുന്നവരായിരിക്കാം, യാത്രകൾ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നവരായിരിക്കാം. ആ പെടുന്നവയെല്ലാം ഈ ഒരു 30% വരും. ഇത് നിർബന്ധമല്ല, പക്ഷെ ജീവിതം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഇതൊക്കെ വേണം, അല്ലേ? ഇനി 20% സമ്പാദ്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭാവിയിലേക്കോ അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിലേക്കോ ആയിട്ട് ഈ ഒരു 20% മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇനി അനാവശ്യ ചിലവുകൾ കണ്ടെത്താം. അതെങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും വലിയ ചിലവുകളല്ല, മറിച്ച് ചെറിയ ചിലവുകളാണ് നമ്മുടെ ബഡ്ജറ്റ് തെറ്റിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ഓഫറുകൾ കണ്ട് ആമസോണിലോ മീഷോയിലോ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കയറിയിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക തുടങ്ങി നമ്മൾ അറിയാതെ തന്നെ വലിയൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് ചോർത്തിക്കളയുന്നുണ്ട്. ഒരു മാസം നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയും ഒരു ബുക്കിലോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു മൊബൈൽ ഫോണുണ്ട്, ഈ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്പിലോ ഒക്കെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് നമ്മുടെ പൈസ പോകുന്നത്, എവിടെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് എന്ന്. അപ്പോൾ സാമ്പത്തിക ഭദ്രത എന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകില്ല. കൃത്യമായ പ്ലാനിങ്ങിലൂടെ മാത്രമേ ഇത് സാധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിംഗ് രീതികൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.